ആഗോള വിപണിയിൽ തന്നെ സ്വർണ്ണവിലയിൽ വലിയ കുറവാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി രേഖപ്പെടുത്തിയിരുന്നത്. ഇന്നലെ രാജ്യാന്തര വിപണിയിൽ ഔൺസിന് $3254 ആയിരുന്നു നിലനിന്നിരുന്ന വില എന്നത്. US ചൈന വ്യാപാര തർക്കം പരിഹാരപ്പെട്ടതുകൊണ്ടാണ് വിലക്കുറവ് ഇത്രയും കുറഞ്ഞതും. അതേസമയം തന്നെ ഈ വില ഇനിയും കുത്തനെ കുറയുമോ അതോ വൻ വർധനവ് രേഖപ്പെടുത്തുമോ എന്നാണ് ആളുകൾ കൂടുതലും വീക്ഷിക്കുന്നത്. പലിശ നിരക്ക് സംബന്ധിച്ചുകൊണ്ട് US ഫെഡ് തലവൻ ജെറോം പോവലിന്റെ നടപടികൾക്കനുസരിച്ചുകൊണ്ട് സ്വർണ്ണവിലയിൽ ഇനിയും വലിയ മാറ്റങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. US PPI അതായത് പ്രൊഡ്യൂസർ പ്രൈസ് ഇൻഡെക്സിന്റെ വിലയും വളരെയധികം സ്വാധീനിച്ചേക്കാം. അതുപോലെ സ്വർണ്ണവില ഒരു മാസത്തിനിടയിലെ ഏറ്റവും വലിയ താഴ്ചയിൽ കഴിഞ്ഞ ഒരു മാസത്തിനിടയിലെ ഏറ്റവും വലിയ വിലക്കുറവുമായിരുന്നു വ്യാഴാഴ്ചത്തെ സ്വർണ്ണവില എന്നത്. ഡോളറിന്റെ കരുത്ത് നഷ്ടപ്പെടുന്നത് മൂലമാണ് യഥാർത്ഥത്തിൽ വിലയിൽ ഇത് കൂടുതലും പ്രതിഫലിച്ചതും. ഇനി ആളുകൾ ഉറ്റുനോക്കുന്നത് യഥാർത്ഥത്തിൽ സ്വർണ്ണവില ആഗോള വിപണിയിൽ ഔൺസിന് 3155 ആകുമോ എന്നത് മാത്രമാണ്. ഈ വിലയ്ക്ക് താഴേക്ക് സ്വർണ്ണവില കുറയുകയാണെങ്കിൽ ഇനിയും വലിയ വിലക്കുറവ് രേഖപ്പെടുത്താൻ സാധ്യതയുണ്ടെന്ന് വിദഗ്ധർ പ്രധാനമായിട്ടും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതുപോലെ പണപ്പെരുപ്പ ഡാറ്റയ്ക്കായി വീക്ഷിക്കുകയാണ് നിക്ഷേപകർ എല്ലാം തന്നെ. ഡേറ്റ പുറത്തു വരുന്നതോടുകൂടി മാന്ദ്യ ഭീഷണികൾ സംബന്ധിച്ചുകൊണ്ടുള്ള കൂടുതൽ വ്യക്തത വരുന്നതുമായിരിക്കും. മാന്ദ്യ ഭീഷണി ശക്തമായി കഴിയുകയാണെങ്കിൽ ഫെഡറൽ റിസർവ് പലിശ നിരക്ക് ഒരുപക്ഷെ കുറയ്ക്കുന്നതുമായിരിക്കും. ഇത് സ്വർണ്ണവില ഉയരാൻ ഇടയാക്കുന്നുണ്ട്. പക്ഷെ ഭീഷണി ഇല്ലാതാകുമ്പോൾ നിരക്കിൽ മാറ്റം വരുത്താൻ ഫെഡ് തയ്യാറാകുന്നില്ല. സ്വാഭാവികമായും വില വലിയ രീതിയിൽ കുറയുകയും ചെയ്യും. വിലയിൽ വലിയ മാറ്റം രേഖപ്പെടുത്തുമ്പോൾ ഈ വർഷം അവസാനത്തോടെ ആഗോള വിപണിയിൽ സ്വർണ്ണവില ഔൺസിന് $3700 വരെ എത്തിയേക്കുമെന്ന വിലയിരുത്തലുകളും കാര്യമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. അതുപോലെ 4500 വരെ പോകാനുള്ള സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. പക്ഷെ വില കുറയാനുള്ള സാധ്യതയാണ് കൂടുതലും കണക്കാക്കപ്പെടുന്നത്. ഔൺസിന് $3065 വരെ എത്തിയേക്കുമെന്ന പ്രവചനവുമുണ്ട്.